പ്രിയമുള്ളവരെ, പ്രഭാത മന്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ വരവേൽക്കുകയായി. നമുക്കറിയാം, ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ വന്നത് സമർപ്പണത്തെക്കുറിച്ചാണ്. സമർപ്പണമെന്ന വിശിഷ്ട ഗുണം ആരിലുണ്ടോ അവരൊക്കെ ഉയരങ്ങളിലേക്ക് അറിയാതെ അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം വ്യക്തികളെ നമുക്കറിയാം. അഹംബോധമില്ലാതെ തൻ്റെ ജന്മനിയോഗത്തെ തിരിച്ചറിയുകയും അത് വിനയാന്വിതമായി സമർപ്പണ ഭാവത്തിൽ അത് നിറവേറ്റുകയും അങ്ങനെ കടന്നുപോയ ധാരാളം മഹാത്മാക്കൾ, മഹാപുരുഷന്മാർ നമ്മുടെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരുടെ സന്ദേശമാണല്ലോ നമ്മുടെ ജീവിതമെന്ന്. നമുക്കറിയാം, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കൊരു മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നു. ഏതോ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് കൂടുതൽ ബോധത്തിലേക്ക് വളരുവാൻ, നിത്യജീവിതത്തിലെ നമ്മുടെ കർത്തവ്യധർമ്മത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോൾ അവിടെയാണ് സമർപ്പണത്തിൻ്റെ മൂല്യം. സമർപ്പണ ഭാവത്തോടുകൂടി ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ദൈവികമായി മാറും. 100% നമ്മൾ അർപ്പിക്കപ്പെട്ട ആ കർത്തവ്യധർമ്മം വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം നമുക്കുണ്ട്. വളരെ നിസ്സാരമായ കാര്യമായാൽ പോലും ജീവിതം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഭംഗിയായി നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യധർമ്മം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം, സമയബോധമുള്ളവരാകണം. നമുക്കറിയാം, ജീവിതം നമുക്കെല്ലാം നിശ്ചയിക്കപ്പെട്ടൊരു സമയമുണ്ട്. അലോട്ട്മെൻ്റ് ഡേ. അതിനിടയിൽ വേണം നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുവാൻ, നമ്മുടെ ജന്മനിയോഗത്തെ സാക്ഷാത്കരിക്കുവാൻ. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തന നിരതനാവുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അജ്ഞാതത്തിൽ നിന്നും ചില വഴികൾ, വെളിപാടുകളൊക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആരും തന്നെ നിരാശപ്പെട്ട് ജീവിതം നശിപ്പിക്കേണ്ടതില്ല. എപ്പോഴും സംഭവിക്കാം. ചില സമയം ഈ പ്രഭാതമായിരിക്കാം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് എത്താവുന്ന ചില ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില സംഭവങ്ങളിലൂടെ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, അജ്ഞാതമാണ്. ജീവിതം അങ്ങനെയാണ്. എപ്പോഴാണോ നമുക്കൊരു നൂതനമായ ആശയം നമ്മളിലേക്ക് വരുന്നത്, അതാണ് ഡെവലപ്മെൻറ്റ്സ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ ബിസിനസ്സിൻ്റെയും സാഹിത്യം എല്ലാം അതാണ്. ഒരു തോന്നലാണ്. ആ തോന്നലിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ സമർപ്പണ ഭാവത്തിൽ, അതിനാണ് ദൈവീകമായ കീഴടങ്ങലെന്നാണ് പറയുന്നത്. നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സർവചരാചരങ്ങളെയും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരമ്പൊരുൾ നമ്മളെയും സഹായിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തിൽ, അവരവരുടെ കർത്തവ്യധർമ്മത്തിൽ 100% സമർപ്പണ ഭാവത്തിൽ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാനത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും അങ്ങനെ ആയിത്തീരുവാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.